വയനാട് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും. 377 പേർക്കാണ് മഹാദുരന്തത്തിൽ ഇതുവരെ ജീവൻ നഷ്ടമായത്. 180 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. റഡാർ ഉൾപ്പെടെയുള്ള അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് പരിശോധന. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിന്റെ നേതൃത്വത്തിൽ ഡ്രോൺ പരിശോധന ഇന്നും തുടരും. ദീപക് മലയമ്മ നൽകും വിശദാംശങ്ങൾ. ദീപക്, ഇന്നത്തെ പരിശോധന എപ്പോൾ തുടങ്ങും? മറ്റു വിവരങ്ങൾ. വയനാടിനെ ഉലച്ച ദുരന്തമുണ്ടായി 7ാമത്തെ ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇന്നും കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായതുപോലെ തന്നെയുള്ള തെരച്ചിലാണ് നടക്കാൻ പോകുന്നത്. 6 സോണുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തെരച്ചിൽ ഇന്നും നടക്കുമെന്നുള്ളതാണ് ഔദ്യോഗികമായി ഉള്ള അറിയിപ്പായി വരികയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തെരച്ചിലിൽ 2 മൃതദേഹങ്ങളും ഏതാണ്ട് 10ഓളം മൃതദേഹങ്ങളുടെ ഭാഗങ്ങളും കണ്ടെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ മാത്രം 8 മൃതദേഹങ്ങൾ സംസ്കരിക്കുന്ന നടപടിയടക്കം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇന്ന് പ്രധാനമായും ബെയിലി പാലത്തിൻ്റെ തൊട്ടരികിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഐബോർഡ് പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിട്ടിയ സിഗ്നൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനയും നടക്കുമെന്നുള്ളതാണ്. റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ഡ്രോൺ ബേസ്ഡ് ഡിറ്റക്ഷൻ സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുമെന്നുള്ളത് കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഇന്നലെ സിഗ്നൽ ലഭിച്ച പ്രദേശത്തേക്ക് കടവാർ ഡോഗുകളെ ഉൾപ്പെടെ എത്തിച്ച് അവിടെ പരിശോധന നടത്തും. തുടർന്നായിരിക്കും JCBയും ഹിറ്റാച്ചിയും അടക്കം എത്തിച്ച മണ്ണ് നീക്കിയുള്ള പരിശോധനകളും ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ മൃതദേഹങ്ങൾ ആ മേഖലയിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള ആലോചനകളും നടക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നതിന് സമാനമായി പുഞ്ചിരിമട്ടം, ഒപ്പം തന്നെ മുണ്ടക്കൈ LP സ്കൂളിൻ്റെ പരിസരം തുടങ്ങിയ മേഖലകളിൽ ഇന്നും പരിശോധന തുടരുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യഘട്ടത്തിൽ മൃതദേഹങ്ങൾ ഉൾപ്പെടെ കണ്ടെത്തിയതുപോലെ പിന്നീട് അത്തരത്തിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ചാലിയാറിൽ ഉൾപ്പെടെ പരിശോധനകൾ വ്യാപകമായി നടത്തുകയും ചെയ്തിട്ടുണ്ട്. സൂചിപ്പാറ അടക്കമുള്ള മേഖലകളിൽ ഏതെങ്കിലും തരത്തിൽ വനാതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലടക്കം ഇത്തരത്തിൽ മൃതദേഹങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള പരിശോധനകൾ ഫോറസ്റ്റിൻ്റെയും കോസ്റ്റ് ഗാർഡിൻ്റെയും ഒക്കെ ഭാഗത്ത് നിന്ന് ഇന്നും തുടരുകയും ചെയ്യും. എന്തായാലും വളരെ വിപുലമായ ഏകോപനമാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. മന്ത്രിതല ഉപസമിതി ഈ മേഖലയിൽ തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ മന്ത്രിമാരുൾപ്പെടെ ഈ മേഖലയിലേക്ക് എത്തി കാര്യങ്ങൾ ഏകോപിപ്പിക്കാനുള്ള തീരുമാനങ്ങൾ ഇതിനോടകം പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കാലാവസ്ഥ വളരെ അനുകൂലമായി നിൽക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കൂടുതൽ ത്വരിതഗതിയിൽ തന്നെ രക്ഷാപ്രവർത്തനം സാധ്യമാകും എന്നുള്ള പ്രതീക്ഷ ദൗത്യസംഘത്തെ സംബന്ധിച്ച് വെച്ച് പുലർത്താനും സാധിക്കുന്നുണ്ട്. NDRFൻ്റെയും ഒപ്പം തന്നെ ആർമിയുടെയും ഒക്കെ വിവിധ സേനാ വിഭാഗങ്ങൾ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാണ്. പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകരുടെ കൂടി സഹായത്തോടു കൂടിയാണ് അത്തരത്തിലുള്ള തെരച്ചിലുകൾ പുരോഗമിക്കുകയും ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം ഭക്ഷണം നൽകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില പ്രശ്നങ്ങൾ, പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ പ്രശ്നങ്ങൾ ഇന്നത്തോടുകൂടി പൂർണ്ണമായും പരിഹരിക്കുമെന്നുള്ള ഉറപ്പാണ് മന്ത്രിതല ഉപസമിതി നൽകുകയും ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ തെരച്ചിലിൽ കൂടുതൽ ആളുകളെ കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ദൗത്യസംഘം വെച്ചു പുലർത്തുകയും ചെയ്തത്. ഇപ്പോൾ എത്ര ദിവസത്തോളം ഈ ദീപക് മലയമ്മയാണ് വിശദാംശങ്ങൾ നൽകിയത്.